ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യം ഇന്ന് രാവിലെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഒത്തിരി തവണ കേട്ടിട്ടുള്ളതും ഒത്തിരി തവണ വായിച്ചിട്ടുള്ളതും ഒത്തിരി മെസ്സേജുകളും ദൂതുകളും കേട്ടിട്ടുള്ള സുപരിചിതമായ ഒരു വാക്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വചനധ്യാനം നടത്തുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ദൈവിക ദൂത് ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറയാൻ, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പറയാൻ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു ദൂതാണ്. ആ ദൂത് ഇങ്ങനെയാണ്: ക്ഷണത്തിൽ വിടുതൽ നടക്കും, ക്ഷണത്തിൽ ഒരത്ഭുതം നടക്കും, ക്ഷണത്തിൽ രോഗികൾ സൗഖ്യമാകും, ക്ഷണത്തിൽ കടഭാരങ്ങൾ മാറും, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കും, ക്ഷണത്തിൽ കുടുംബത്തിനകത്ത് ഒരു ദൈവിക പദ്ധതി വെളിപ്പെടും, പുതിയ വാതിൽ ദൈവം തുറക്കും, ജോലി കിട്ടും, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും, നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല, ചില ആത്മീയ വിടുതലും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകാൻ കർത്താവിന് പദ്ധതിയുണ്ട്. അത് 6 മാസത്തെ കാലാവധിയിലല്ല, 40 ദിനങ്ങളുടെ ഉപവാസത്തിന് ശേഷമല്ല. ക്ഷണത്തിൽ ഒരു വിടുതൽ, വേഗതയിൽ, പെട്ടെന്ന്, കണ്ണിമയ്ക്കുന്നൊടി നേരത്തിൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷയ്ക്ക് അപ്പുറമായ ചില അനുഗ്രഹങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകാൻ പോകുന്നു. ആ ദൂതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടെ 9-ാം മണി നേരത്തെ പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ സംഭവിച്ച ഒരു വിടുതലിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ തരും എന്ന് പ്രോമിസ്, വാഗ്ദത്തം ചെയ്തു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ആ ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ, തത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവിനെ ദൈവം അവരുടെ മേൽ പകരുന്നത് കാണാൻ കഴിയും. 2-ാം അധ്യായത്തിൽ പ്രാപിച്ച ദൈവകൃപയുമായി, ദൈവശക്തിയുമായി ആ അളവറ്റ വലുപ്പം തികഞ്ഞ അനുഭവത്തിൽ സ്വീകരിച്ച പത്രോസും യോഹന്നാനും പത്രോസിൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ ആരംഭ സ്റ്റെപ്പിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി 9-ാം മണി നേരം പകലുള്ള സമയത്ത് ആലയത്തിലേക്ക് പോകുന്ന വഴിയിൽ ആലയത്തിൻ്റെ പടിവാതിക്കലിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അവൻ്റെ മുമ്പിൽ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ആ ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ പിറവിയിലെ മുടന്തനായ ഒരു വ്യക്തിയെ എല്ലാ ദിവസവും കൊണ്ടിരുത്തുക പതിവായിരുന്നു. ആ വ്യക്തി ആ ദേവാലയത്തിൽ വരുന്നവരുടെ മുമ്പിൽ കൈനീട്ടി വല്ലം തരണമേ എന്ന പ്രതീക്ഷയോടുകൂടെ യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ.
കാല് വൈകല്യമുള്ളത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ വന്നപ്പോൾ തന്നെ കാലിന് വൈകല്യമുള്ള ഒരു വികലാംഗനായ ഒരു മനുഷ്യൻ. നിവർന്നു നടന്നിട്ടില്ല, ഒറ്റയ്ക്ക് നിന്നിട്ടില്ല, തുള്ളിയിട്ടില്ല, ചാടിയിട്ടില്ല. ആരെങ്കിലും എടുത്തു കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുത്തും. അവിടെ ഇരുന്ന് പകലുള്ള സമയം മുഴുവനും ഇരുന്ന് കൈനീട്ടി ലഭിക്കുന്ന ചില്ലറ പൈസയുമായി ആരെങ്കിലും അവൻ എടുത്തു കൊണ്ടുപോകും. ഇത് അവിടുത്തെ ഒരു പതിവായിരുന്നു. എന്നാൽ മുടന്തനായ, അവിടെ എഴുതിയിട്ടുണ്ട്, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഈ വ്യക്തി എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടുന്നത് പോലെ ആ സമയം അതിലെ വന്ന കൃപ പ്രാപിച്ച പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുമ്പിൽ കൈനീട്ടി. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. 5-ാം വാക്യത്തിലുണ്ട്, വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും തരാതെ ഒരു പോകത്തില്ല എന്ന പ്രതീക്ഷയോടുകൂടെ അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പത്രോസ് ഈ വ്യക്തിയെ കണ്ടിട്ട് പറയുകയാണ്: വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾക്ക് പണമില്ല, പൊന്നില്ല, ഞങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല. പക്ഷേ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. ഇന്ന് രാവിലെ നമ്മുടെ കയ്യിൽ വെള്ളിയില്ലെങ്കിൽ, പണമില്ലെങ്കിൽ, പൊന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവകൃപ നമുക്കുണ്ടെങ്കിൽ, പ്രാപിച്ച അഭിഷേകം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ശൂന്യതകളെ നികത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ അപ്പോസ്തലന്മാരുടെ കയ്യിൽ വെള്ളിയും പൊന്നുമില്ല, അവർ തുറന്നു പറയുകയാണ്. പക്ഷെ അവരൊരു വാക്ക് പറയുന്നു: ഞങ്ങൾക്കുള്ളത്. ഇന്ന് പകൽ ഒന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ അഭിഷേകം നമുക്കുണ്ടെങ്കിൽ, യേശു നമുക്കുണ്ടെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ വിജയാളികളാണ്, തോറ്റവരല്ല, പരാജയപ്പെട്ടവരല്ല. നമ്മൾ ഉന്നതരാണ്, നമ്മൾ ജയിച്ചവരാണ്. ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുന്നുണ്ടായിരിക്കാം: എൻ്റെ കയ്യിൽ ഒന്നുമില്ല, മക്കളെ പഠിപ്പിക്കാനില്ല, വീട്ടുകാര്യം നോക്കാനില്ല, വസ്തുവിൻ്റെ കാര്യത്തിന് വേണ്ടതില്ല, വീട് പണി തുടങ്ങി വെച്ചു പക്ഷെ പൂർത്തിയാക്കാൻ ഒന്നുമില്ല. നോക്കുക, അടുക്കളയിലെ സാധനങ്ങൾ പോലും വാങ്ങാൻ ഇന്ന് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, വണ്ടിയുടെ CC അടയ്ക്കാൻ നിവൃത്തിയില്ല, ലോണും മറ്റു പലതും അടയ്ക്കാൻ നിവൃത്തിയില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കും? എൻ്റെ ഈ ഭാരത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് എന്നെ കൈപിടിക്കുന്ന ആരാണ്? ആരെന്നെ ആശ്വസിപ്പിക്കും? നിരാശപ്പെടേണ്ട. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, പത്രോസിൻ്റെ മേലും യോഹന്നാൻ്റെ മേലും പകർന്ന ഒരു ദൈവകൃപ അവരുടെ മേൽ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയ മുടന്തനായ അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായി ജനിച്ച് പുറത്തു വന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് പറയുകയാ: ഈ വക കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളിൽ പകരുന്ന ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് രാവിലെ എന്തൊക്കെ ശൂന്യതയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഏതൊക്കെ വേദനയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഇന്ന് രാവിലെ നിങ്ങളുടെ ശൂന്യതകൾ, വേദനകൾ അറിയുന്ന, നിങ്ങളുടെ പരാജയങ്ങൾ അറിയുന്ന, നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന, നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് ശക്തമായൊരു ദൂത് കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ചൈതന്യം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ചില പ്രതിസന്ധികളെ ജയിക്കുമെന്ന് ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രവചന ദൂത് കൈമാറുകയാണ്. എന്നാൽ ഇവിടെ പത്രോസ് പറയുകയാണ്: ഞങ്ങളെ നോക്കുവിൻ, ഞങ്ങളുടെ കയ്യിൽ ഇവയൊന്നുമില്ല, പക്ഷെ ഞങ്ങളിലുള്ള ഒരു ശക്തി. എന്നിട്ട് പറയുകയാണ്: നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായി
ജനിച്ച ജീവിച്ച ഈ മനുഷ്യൻ്റെ കൈക്കു പിടിച്ച് പത്രോസ് അവനെ ഇരിപ്പിടത്തിൽ നിന്ന് പൊക്കി എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു പദമുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ ചിന്ത. ക്ഷണത്തിൽ നോക്കുക, അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണ്? ഉറയ്ക്കാത്ത കാല്, ഉറപ്പ് പ്രാപിക്കാത്ത നരിയാണി. കാലാടിക്കൊണ്ടിരിക്കും. നരിയാണി ഉറച്ചില്ലെങ്കിൽ മനുഷ്യൻ്റെ കാല് ആടിക്കൊണ്ടിരിക്കും. കാറ്റത്താടുന്ന തുണി പോലെ മനുഷ്യൻ്റെ കാലാടിക്കൊണ്ടിരിക്കും. ആ കാലുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, ആ കാലുകൊണ്ട് നടക്കാൻ പറ്റില്ല, ആ കാലുകൊണ്ട് തുള്ളാനും ചാടാനും പറ്റില്ല. അങ്ങനെ ഒരു 2 കാലുള്ള ഈ മനുഷ്യനെ കൈക്ക് പിടിച്ച് പത്രോസ് എഴുന്നേൽപ്പിച്ചപ്പോൾ അവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം, ആ ദൈവകൃപ ആ ബലഹീന ശരീരത്തിലേക്ക്, നരിയാണി ഉറയ്ക്കാത്ത, കാലുറയ്ക്കാത്ത അവൻ്റെ അരക്കെട്ടിലേക്ക്, അവൻ്റെ കാലിലേക്ക്, അവൻ്റെ നരിയാണിയിലേക്ക് അഭിഷേകത്തിൻ്റെ ശക്തി ഒരു മന്ദമാരുതൻ പോലെ വീശി അടിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്ഷണത്തിൽ അവൻ കുതിച്ച് എഴുന്നേറ്റു നടന്നു. സ്തോത്രം. തുള്ളിയും ചാടിയും. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം, ക്ഷണത്തിൽ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാ. ക്ഷണത്തിൽ നിന്റെ തലമുറയിൽ ഒരത്ഭുതം നടക്കാൻ പോകുകയാ. ക്ഷണത്തിൽ നിന്റെ വിസയുടെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം കർത്താവ് ചെയ്യാൻ പോകുകയാ. ക്ഷണത്തിൽ നിന്റെ മക്കളുടെ വിവാഹം നടക്കാൻ പോകുകയാ. ക്ഷണത്തിൽ നിനക്കൊരു ഭവനത്തിൻ്റെ പണി ആരംഭിക്കാൻ പോകുകയാ. പക്ഷെ ഇന്ന് പകൽ അഭിഷേകവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ, കർത്താവുമായൊരു ബന്ധത്തിൽ പുതുക്കാൻ, ആത്മചൈതന്യം പ്രാപിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി ക്ഷണത്തിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. നീ തുള്ളിച്ചാടി ആനന്ദിക്കുന്ന ഒരു പകലായി മാറും. ആനന്ദിക്കുന്ന ഒരു പകൽ, കരയുന്ന പകലെന്നല്ല, നിരാശപ്പെടുന്ന പകലെന്നല്ല, ആനന്ദിക്കുന്ന, തുള്ളുന്ന, ചാടുന്ന ഒരു മനുഷ്യൻ തുള്ളുകയും ചാടുകയും ചെയ്യുന്ന എപ്പോഴാണ്? അവൻ്റെ ജീവിതത്തിൽ ഒരു റിസൾട്ട് വെളിപ്പെടുമ്പോഴാ, ഒരു വിടുതൽ വെളിപ്പെടുമ്പോഴാ, സന്തോഷമുണ്ടാകുമ്പോഴാ, ആനന്ദമുണ്ടാകുമ്പോഴാ ഒരു മനുഷ്യൻ തുള്ളുകയും ചാടുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, അപ്പോസ്തലന്മാരുടെ മേൽ വ്യാപരിച്ച ദൈവകൃപ എന്നിലും നിന്നിലേക്ക് വന്നു കഴിയുമ്പോൾ, പിശാച് വർഷങ്ങളായി ഇരുത്തിയ ആ ഇരിപ്പിടത്തിൽ നിന്ന് കുതിച്ച് ചാടി എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ക്ഷണത്തിൽ വിടുതൽ പ്രാപിച്ച പലരെയും നമുക്ക് കാണാൻ കഴിയും. 1-2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായി കാണുന്നത്, ക്ഷണത്തിൽ വിടുതൽ ഉണ്ടാകണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിൽ ഒരു പ്രവൃത്തി വെളിപ്പെടത്തില്ല. വിശ്വാസം വർദ്ധിച്ചെങ്കിൽ മാത്രമേ ക്ഷണത്തിൽ ഒരു മറുപടി ഉണ്ടാകൂ. ഒരിക്കൽ യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 58-ാമത്തെ വാക്യം, ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. യേശു അനവധി വീര്യപ്രവർത്തികൾ ചെയ്യുന്നവനാണ്. പക്ഷെ ഇവിടെ വായിക്കുകയാണ്, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. അപ്പം പെട്ടെന്ന് ക്ഷണത്തിൽ ഒരു വീര്യപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ എന്താവശ്യമാണ്? വിശ്വാസം ആവശ്യമാണ്. യേശുവിടെ വളരെ വീര്യപ്രവൃത്തി ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ കൂടി വന്ന ജനത്തിന് എന്താ സംഭവിച്ചത്? വിശ്വാസത്തിന് പകരം അവിശ്വാസം സംഭവിച്ചു. അതുകൊണ്ട് വീര്യപ്രവൃത്തികൾ നടന്നില്ല. അപ്പം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വീര്യപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് ക്ഷണത്തിൽ ആയിരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷണത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് പോയിട്ട് നാളെ വാ എന്നൊരു വാക്ക് നമ്മുടെ കർത്താവിൻ്റെ ഡിക്ഷണറിക്കകത്തില്ല.
7 ദിവസം ഉപവസിച്ചിട്ട് വാ, 40 ദിവസങ്ങൾ ഉപവസിച്ചിട്ട് വാ, 4 വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് വരിക, നിന്റെ കാര്യത്തിന് ക്രമീകരണം വരുത്താം എന്നത് കർത്താവിൻ്റെ ഹിസ്റ്ററിക്കകത്ത് അങ്ങനൊരു പദമില്ല, അങ്ങനൊരു ചരിത്രമില്ല. യേശു കർത്താവ് എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷണത്തിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ക്ഷണത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തിയിൽ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട്, അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ വായിക്കണം. വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണാകയാൽ, ഇല മാത്രമേ ആ അത്തിവൃക്ഷത്തിൽ കണ്ടുള്ളൂ, ഇലയല്ലാതെ ഒന്നും കാണാകയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ആര്? യേശു പറഞ്ഞു. അടുത്ത വാക്യം, ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അപ്പോൾ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കുക, ക്ഷണത്തിൽ നടക്കുന്ന ദൈവ പദ്ധതി. യേശു നഗരത്തിൽ കൂടെ നടക്കുമ്പോൾ, നഗരത്തിൽ കൂടെ പുറപ്പെട്ടു വരുമ്പോൾ യേശുവിന് എന്ത് ചെയ്തു? ആമേൻ, നന്നായിട്ട് വിശന്നപ്പോൾ തൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി വഴിയരികിൽ നിന്ന് ഒരു അത്തിവൃക്ഷത്തിലേക്ക് ഓടിച്ചെന്നു. കാരണം അത്തി തളിർത്ത് നിൽക്കുന്നുണ്ട്. അതിൽ വല്ല ഫലമുണ്ടാകുമോ, ഉണ്ടെങ്കിൽ പറിച്ചു തിന്നാമെന്ന പ്രതീക്ഷയോടുകൂടെ, വിശപ്പോടുകൂടെ യേശു അത്തിയെ തിരഞ്ഞു. പക്ഷെ ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, ഇലയല്ലാതെ അത്തിവൃക്ഷത്തിലൊന്നും കണ്ടില്ല. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു കളഞ്ഞു. യേശു പറഞ്ഞത് എങ്ങനെയാണ്? ഇനി ഒരു നാളും നിന്നിൽ എന്ത് ഉണ്ടാകരുത്, ഫലമുണ്ടാകരുത് എന്ന് പറഞ്ഞ് യേശു അവിടം വിട്ടുപോകുന്ന സമയമായപ്പോൾ ക്ഷണത്തിൽ ആ വാക്കിൻ്റെ മുമ്പിൽ ഒരു നാളും ഫലമുണ്ടാകരുത് എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 19-ാം വാക്യം, ക്ഷണത്തിൽ അത്തി അത്തി ഉണങ്ങിപ്പോയി. ക്ഷണത്തിൽ അത്തി അത് കരിഞ്ഞുപോയി. എൻ്റെ കർത്താവ് ഒരു കാര്യം ചെയ്താൽ അത് ക്ഷണത്തിലാണ് എന്ന് ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. അത്തി ഉണങ്ങിയത് ക്ഷണത്തിലാണ്. അത്തി ഉണങ്ങിയത് ക്ഷണത്തിലാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു സഹോദരി ഏതാണ്ട് 18 സംവത്സരമായി കൂനിയായി നിന്ന ഒരു അമ്മയാണ്. എത്ര വർഷമാണ്? 18 വർഷം. 1-2 വർഷമല്ല, കഴിഞ്ഞ 18 വർഷം അവൾ പോലെ കൂനിയായിട്ടാണ് നിൽക്കുന്നത്. കൂന് പിടിച്ച ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ അമ്മച്ചിമാർ, അപ്പച്ചന്മാരൊക്കെ പ്രായം ചെന്ന് ഒത്തിരി വയസ്സായി കഴിയുമ്പോൾ നടു കുനിഞ്ഞ് പോലെ വളയുന്നത് കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ പപ്പയുടെ വീട്ടിൽ ഒരമ്മച്ചി ഉണ്ടായിരുന്നു. റാന്നിയിലാണ്. അമ്മച്ചി മരിക്കുന്നത് നല്ല പ്രായത്തിലാണ്. ഏതാണ്ട് 100 വയസ്സ് തികഞ്ഞ അമ്മച്ചി മരിച്ചത്. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ നടു കുനിഞ്ഞു, അത് പോലെ വളഞ്ഞു. പ്രായ ആധിക്യം വളരെയായി. അല്പനാളുകൾ കിടന്നു, പക്ഷെ ലോകത്തിൽ നിന്ന് പിന്നീട് പോയി. അപ്പോൾ കൂനിയായ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ കഴിഞ്ഞ 18 സംവത്സരമായി ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സ്ത്രീയാണ്. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. ആ ബാധ ബാധിച്ച സ്ത്രീയെ അവളെ കുനിപ്പിച്ചു കളഞ്ഞു. 18 വർഷമായി, 1-2 അല്ല. പക്ഷെ യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവൾ ആലയത്തിലുണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, മനസ്സലിഞ്ഞു. ലൂക്കോസ് 13-ാമത്തെ വാക്യം നിങ്ങൾ എടുത്ത് വായിക്കണം. എൻ്റെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാനത് വായിക്കുന്നില്ല. പറഞ്ഞു വിടാം, ദൂത് പറഞ്ഞു വിടാം. പക്ഷെ യേശു അവളെ മുമ്പോട്ട് വിളിച്ച് അവളുടെ ദേഹത്ത് കൈവച്ചു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ക്ഷണത്തിൽ അവളുടെ കൂനു മാറി. ഹല്ലേലൂയ.
മുമ്പ് നോക്കൂ, വിശന്നിട്ട് അത്തിയിൽ ഫലമന്വേഷിച്ചപ്പോൾ ഇലയല്ലാതെ ഒന്നും കിട്ടാതെ ഇരുന്നപ്പോൾ ഇനി ഒരു കാലത്തും നിന്നിൽ ഒരു ഫലം പുറപ്പെടരുതെന്ന് പറഞ്ഞ് ശപിച്ച വാക്കിൻ്റെ മുമ്പിൽ അത്തി ക്ഷണത്തിൽ ഉണങ്ങിപ്പോയെന്ന് നമ്മൾ വായിച്ചെങ്കിൽ, ഇവിടെ ഇതാ ഈ 18 സംവത്സരമായി കൂനിയായി പോയ ഒരു രോഗം ബാധിച്ച രോഗാത്മാവ് ബാധിച്ച ഈ മകളെ യേശു സൗഖ്യമാക്കിയത് ക്ഷണത്തിലാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കൂ, ക്ഷണത്തിൽ എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്ഷണത്തിൽ ഒരു ദൈവ പദ്ധതി വെളിപ്പെടുത്തും. എൻ്റെ കർത്താവ് ഇനി അധിക നാൾ താമസിക്കാൻ അനുവദിക്കയില്ല. ക്ഷണത്തിൽ എൻ്റെ കടം മാറും, എൻ്റെ വസ്തു വിൽക്കും, എനിക്ക് ദൈവം വീട് തരും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കർത്താവ് തരും. അത് ക്ഷണത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുക. കാരണം എൻ്റെ യേശു അപ്പ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ഷണത്തിലാണ് പ്രിയരെ. അത്തി ഉണങ്ങിയതും ക്ഷണത്തിൽ. 18 വർഷമായി കൂനിയായി പോയ സഹോദരി നിവർന്നതും സൗഖ്യം പ്രാപിച്ചതും ക്ഷണത്തിൽ എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ദൂത് പറയാം. ഒരിക്കൽ എരിഹോ പട്ടണത്തിൽ കൂടെ യേശു കടന്നു പോകുമ്പോൾ ഒരു കുരുടൻ നിന്നുകൊണ്ട്, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണം എന്ന് പറഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. മിണ്ടാതിരിക്കാൻ ഒപ്പമുള്ളവരെല്ലാം പറഞ്ഞ് ശാസിച്ചിട്ടും മനുഷ്യൻ അടങ്ങിയില്ല. അവൻ നീട്ടി വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. ലൂക്കോസ് 18:42-43 ബൈബിൾ എടുത്ത് വായിക്കണം. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു. യേശുവോട് പറഞ്ഞു, നിനക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ക്ഷണത്തിൽ അവൻ്റെ 2 കണ്ണും തുറന്നു. ക്ഷണത്തിൽ അവനെ കാഴ്ചയുള്ളവനാക്കി മാറ്റി. അവിടെയും ലൂക്കോസ് 18:42-43 വാക്യങ്ങളിൽ വായിക്കുന്നു, ക്ഷണത്തിൽ എരിഹോവിലുള്ള ആ കുരുടൻ്റെ കണ്ണിന് ദൈവം കാഴ്ച കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ക്ഷണത്തിൽ ദൈവ പദ്ധതി വെളിപ്പെടുമെന്ന് ഞാൻ പറയുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരു വാക്കിൻ്റെ മുമ്പിൽ അത്തി ഉണങ്ങിയെങ്കിൽ, ഒരു വാക്കിൻ്റെ മുമ്പിൽ 18 വർഷത്തെ കെട്ട് കർത്താവ് അഴിച്ച് ആ സഹോദരിയുടെ കൂന് ദൈവം മാറ്റിയെങ്കിൽ, ഒരു വാക്കിൻ്റെ മുമ്പിൽ കുരുടനായ വ്യക്തിയുടെ കണ്ണിന് കർത്താവ് കാഴ്ച കൊടുത്തെങ്കിൽ, ഒരു വാക്കിൻ്റെ മുമ്പിൽ, ഒരു കൈത്താങ്ങലിൻ്റെ മുമ്പിൽ, പത്രോസിൻ്റെ മുമ്പിലുള്ള ഗർഭത്തിൽ വെച്ച് തന്നെ മുടന്തനായ വ്യക്തി ചാടി എഴുന്നേറ്റ് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ, ഈ ദിവസങ്ങളിൽ ചില നാളുകളായി നിന്നെ പിടിച്ചിരുത്തിയിരിക്കുന്ന, നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന, നിന്നെ ബലഹീനപ്പെടുത്തിയിരിക്കുന്ന, രോഗം വരുത്തിയിരിക്കുന്ന, കടം വരുത്തിയിരിക്കുന്ന, നാശം വിതച്ചിരിക്കുന്ന ചില പൈശാചിക മണ്ഡലത്തിനകത്ത് നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ ഒരു വിടുതലോടെ പുറത്തു വരുമെന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രവചിച്ചാൽ എത്ര പേർക്ക് സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് ആമേൻ എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ തയ്യാറാണെങ്കിൽ ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ സംഭവിക്കാൻ പോകുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പഠന വിഷയത്തിൽ, നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ക്ഷണത്തിൽ ദൈവം ഒരു ദൈവ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി അയച്ചുവിടാൻ പോവുകയാണ്. കർത്താവിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. കുരുടൻ്റെ കാഴ്ചയ്ക്ക് കണ്ണിന് കാഴ്ച കൊടുത്തെങ്കിൽ, കൂനിയായ സ്ത്രീ 18 വർഷം അഭിമുഖീകരിച്ച പ്രശ്നത്തിന് പരിഹാരം കിട്ടിയെങ്കിൽ, അത്തി ക്ഷണത്തിൽ ഉണങ്ങിപ്പോയെങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ വിഷയത്തിലും ക്ഷണത്തിൽ ഒരു ദൈവ പദ്ധതി ഇന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. മഴയൊന്നുമില്ലാതിരിക്കുമ്പോൾ വേഗത്തിൽ ഒരു മഴ ചാറി പെയ്യുന്നത് പോലെ ഒരനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ഹെൽത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളെ ഈ ദിവസങ്ങളിൽ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുന്ന ഒരു മൃഗത്തെ ഒരു കുറ്റിയിൽ കെട്ടിയിടുന്നത് പോലെ, ഒരു കിളിയെ കൂടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന പോലെ, നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധന ശക്തിക്കകത്തു നിന്ന് പറന്നുയരുവാൻ കഴിയാതെ, ഒന്ന് അഴിഞ്ഞു നടക്കാൻ കഴിയാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകൾക്കകത്തു നിന്നും ക്ഷണത്തിലൊരു ദൈവിക പദ്ധതി വെളിപ്പെടുത്തി
നിങ്ങളിൽ ഒരത്ഭുതം കർത്താവ് ഇന്ന് രാവിലെ ഓപ്പണാക്കാൻ പോവുകയാണ്. ഹൂഡാമാന ഷകറദനലറഗാന. ആരിന്ന് പകൽ ഇതിനെ ആമേൻ വിശ്വസിക്കുന്നു, ആരിന്ന് പകൽ ഇതിനെ ഏറ്റെടുക്കുന്നു, നിങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഒരത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കട്ടെ. ഒരത്ഭുത പ്രവൃത്തി നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കട്ടെ. ഒരത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദര, ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, കഴിഞ്ഞ 7.5 മാസമായി നീ കാത്തിരിക്കുന്ന ജോലി മേഖലയ്ക്ക് വേണ്ടി ദൈവം ക്ഷണത്തിൽ പെട്ടെന്നൊരു ഓഫർ ലെറ്റർ നിന്റെ കയ്യിൽ തരാൻ പോകുന്നു. 7.5 മാസമായി ഭാരപ്പെടുന്ന ഒരു സഹോദരൻ എന്നെ ഇന്ന് പകൽ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ക്ഷണത്തിൽ ഒരു കമ്പനിയുടെ ഓഫർ ലെറ്റർ നിന്റെ കയ്യിൽ തരാൻ പോകുന്നു. മുട്ടിൻ്റെ താഴെയായിട്ട് ഞരമ്പുകൾ കുരുങ്ങിക്കിടക്കുന്നത് പോലെ അതികഠിനമായ വേദന നിമിത്തം കാല് നിലത്ത് കുത്താൻ കഴിയാതെ കഴിഞ്ഞ ചില ദിവസങ്ങളായി കട്ടിലിൽ തന്നെ കഴിയുന്ന ഒരു മാതാവിനെ ദൈവം എന്നെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ ശക്തമായ ദൂത് പറയുന്നു, ക്ഷണത്തിൽ നിനക്കൊരു വിടുതൽ കർത്താവ് നൽകാൻ പോവുകയാണ്. 40 വയസ്സിലധികം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെയും പിതാവിനെയും ദൈവാത്മാവിനെ രേഖപ്പെടുത്തുന്നു. ദൈവാത്മ പറയുന്നു, ക്ഷണത്തിൽ ഒരാലോചന നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ട് അവളുടെ വിവാഹം ദൈവം ഓപ്പണാക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കൂ. യേശു ഒന്ന് തൊട്ടാൽ മതി, യേശു ഒന്ന് പറഞ്ഞാൽ മതി, യേശു ഒന്ന് നോക്കിയാൽ മതി, യേശു ഒന്ന് വിചാരിച്ചാൽ മതി. ക്ഷണത്തിൽ നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വസിച്ചെൻ്റെ കൂടെ വാ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോവുകയാണ്. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് ക്ഷണത്തിൽ ഒരു വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ, ഞങ്ങളുടെ പാപങ്ങൾ കണക്കിടാതെ ആത്മാവിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേഗത്തിൽ ഒരു മറുപടി ഞങ്ങൾക്ക് നൽകണമേ. ആ കൂനിയായ സ്ത്രീക്ക് വേഗത്തിൽ മറുപടി കൊടുത്തതുപോലെ, ആ ബർത്തിമായിക്ക് വേഗത്തിൽ മറുപടി കൊടുത്തതുപോലെ, കർത്താവെ ആ അത്തിയോട് വേഗത്തിൽ ദൈവം പ്രവൃത്തി ചെയ്തതുപോലെ, ആ മുടന്തനായ വ്യക്തിയെ വേഗത്തിൽ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സൗഖ്യം കൊടുത്തതുപോലെ, ലോകമെമ്പാടും ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരുടെ വിഷയത്തിന് ക്ഷണത്തിൽ ഇപ്പോൾ തന്നെ ഒരു ദൈവ പദ്ധതി ഇവരുടെ വീടിനകത്ത് സംഭവിക്കട്ടെ കർത്താവേ. ഇവരുടെ തലമുറയിൽ സംഭവിക്കട്ടെ കർത്താവേ. ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വസിക്കുക, വേഗത്തിൽ ഒരു ദൈവ പദ്ധതി നിങ്ങളിൽ സംഭവിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കും, നിങ്ങളുടെ എല്ലാ മേഖലകളിലും അത് സംഭവിക്കും. പ്രാർത്ഥനയോടെ നമുക്കതിനെ സ്വീകരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ എവിടെയോ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക.
ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.